ചതുർവിഹ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിക്കാലോ. ചതുർവിഹ വിഭാഷക അപ്പൊ അടുത്ത മുന്നത്തെ ആളെ ലെവലായിരിക്കും. അവിടെ പോയി കാണിച്ചാ, അവിടെ പോയി കാണിക്കും. അവിടെ സംഖ്യ തെറ്റിയിട്ടുണ്ടല്ലോ. ഏതെങ്കിലും അഞ്ചാം നോക്കണ്ട. പ്രാർത്ഥന എന്നാണ് പോയിരുന്നാൽ പ്രാർത്ഥന സുഭാഷ് നിങ്ങളാണ് ഇവിടെ പ്രാധികാരുള്ളൂ, വരാറില്ലല്ലോ. അവിടെ നിൽക്കണം. വിധായാസ്യ ധർമ്മസ്യ സംരക്ഷണം പരം സമർത്ഥോ ഭവത്വ അക്രമ അപ്പൊ അങ്ങനെ ചെയ്യണ്ടേ. വാമത്തെ തിരിച്ചില്ലേ, അത് പകുതി തിരിച്ചു. എല്ലാവരും ഇപ്പൊ ഇങ്ങോട്ട് ഈ കൊണ്ടേക്ക് തിരിഞ്ഞേ. ഇവിടെ കാണിച്ചു തരും. പോവാണ് കേട്ടോ. എല്ലാവരും ദണ്ഡ വളരെ കൃത്യമായിട്ട് 90 ഡിഗ്രി ചെരിച്ച് നമ്മുടെ കൈ നിൽക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കരുത്, സംസാരിക്കരുത്. നേരെ നോക്കി നെഞ്ചി പിടിച്ച് നടക്കണം. സ്കൂൾ എത്തുന്നവരെ നേരെ നടക്കണം.
ദീപോട്ടൻ സ്റ്റേജിലേക്ക് വന്നത്. നവംബർ മാസത്തിലാണ് കേസരിയുടെ പ്രചാര മാസം. ചെത്തല്ലൂർ മണ്ഡലത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം स्वागतराम एक दो हे ധ്വജാരോഹണ സമയത്ത് മുഴുവൻ അമ്മമാരും അനുഭാവികളും എണീറ്റ് നിൽക്കണം. संघ गच्छ धो हे नमस्ते सदा वत्सले मातृभूमे त्वया हिन्दुभूमे सुखं वर्धितोऽहम् महामङ्गले पुण्यभूमे त्वदर्थे पदद्वेषकायो नमस्ते नमस्ते प्रभो शक्तिमन् हिन्दुराष्ट्राङ्गभूता इमे सादरं त्वां नमामो वयम् त्वदीयाय कार्याय बद्धाकटीयम् अजय्यां च विश्वस्य देहीश शक्तिम् सुशीलं जगद्ध्येननं भवेत् समुत्कर्ष निःश्रेयसस्यैकमुग्रम् परं साधनं नाम वीरव्रतम् ततन्तः स्फुरत्वक्षया ध्येयनिष्ठा हृदन्तः प्रजागर्तु तीव्रानिशम् विजयित्री जनः संहता कार्यशक्तिर् विधायास्य धर्मस्य संरक्षणम् परं वैभवन्नेतुमेतत् स्वराष्ट्रम् जसराम एक दो हे Patreon York.
എല്ലാ കടാസന കുരോ ധ്യേയമാർഗമതിൽ മുന്നേറൂനി വീരാ പിന്തിരിയാതെ ധീരത കൈവെടിയാതെ ധ്യേയമാർഗമതിൽ മുന്നേറൂനി വീരാ പിന്തിരിയാതെ ധീരത കൈവെടിയാതെ നീ നരനല്ലേ നാരായണനുടെ ഭവ്യ പ്രതീകവുമല്ലേ സ്വയമറിയൂ നീ നിന്നിലനുഗ്രഹ നിഗ്രഹ ശക്തികളില്ലേ ധീരുത വെടിയൂ ഭേദിക്കൂ നീ മായാമോഹവലകളെ എന്തായില്ലേ പുറകിലും തുല്യമായി സമ്മതിക്കുക, ആ ഡോട്ടില് തുല്യമായിട്ട് സമ്മതിക്കുക.
അധ്യക്ഷൻ രാഷ്ട്രീയ സ്വയം സേവ നൂറാം വർഷത്തോടനുബന്ധിച്ച് ചെത്തല്ലൂർ മണ്ഡലത്തിന്റെ വിജയദശമി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള പ്രിയ അധ്യക്ഷൻ പി ജയകുമാർ 1976 മദ്രാസ് റെജിമെന്റിൽ ജോലി പ്രവേശനം, 18 വർഷത്തോളം സേവനമനുഷ്ഠിച്ചു. 1994 റിട്ടയർമെന്റ് ചെയ്തു. അതുപോലെ തന്നെ വിജയദശമി മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള സംഘാധികാരി കെ സുബ്രഹ്മണ്യേട്ടനാണ്. പാലക്കാട് വിഭാഗ് സഹ സേവാ പ്രമുഖായി ചുമതല വഹിക്കുന്നു. ചെർപ്പളശ്ശേരി ഗണ്ടിലെ നെല്ലായ ശാഖാ സ്വയം സേവകാണ്. 35 വർഷത്തോളമായി സ്വയം സേവകമായി പ്രവർത്തിക്കുന്നു. കഠിനമായി പ്രയത്നിക്കാം. ഉറങ്ങാനുള്ള സമയമല്ല ഇത്. ഭാവി ഭാരതത്തിന്റെ ക്ഷേമം നമ്മുടെ യജ്ഞത്തെ ആശ്രയിച്ചിരിക്കുന്നു. അവിടെ ഭാരതം നമ്മെ കാത്തു നിൽക്കുന്നു. ഉണരുക, എഴുന്നേൽക്കുക. നമ്മുടെ മാതൃഭൂമിയെ മഹനീയമായ സ്വന്തം സിംഹാസനത്തിലിരുത്താം. വ്യക്തിഗീതം. അധ്യക്ഷ ഭാഷണം. എല്ലാവർക്കും, ഇവിടെ കൂടിയിരിക്കുന്ന അമ്മമാർ, ചേച്ചിമാർ എല്ലാം, അതുപോലെ സീനിയർമാരായ സംഘപ്രവർത്തകരെ, ബാക്കിയുള്ള സ്വയം സേവകർ എന്നിവേണ്ട എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ സ്നേഹാദര സമർപ്പണം. ഞാൻ ഇവർ പറഞ്ഞ പോലെ കുറേ കാലമായിട്ട് ചെത്തല്ലൂരിൽ തന്നെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഈ വന്ന ടൈമിലായിരുന്നു നമ്മളിവിടെ ചെത്തല്ലൂർ ഫസ്റ്റ്, എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല, ഇതേപോലൊരു കൂടുതലുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ലഭിക്കാത്ത ഒരു സ്ഥാനം സംഘ പ്രവർത്തകർ എനിക്ക് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇവരെ അമൃതവചനത്തിൽ പറഞ്ഞ പോലെ നമ്മളാരും ഉറങ്ങിയിട്ടില്ല എന്നെ തോന്നുന്നു എനിക്ക്. കാരണം വന്ന സമയത്തുള്ള സംഘപ്രവർത്തനമോ അതല്ലെങ്കിൽ സംഘ കൂട്ടായ്മയോ അല്ല ഇപ്പോഴുള്ള എന്ന് ഈ ഇന്നത്തെ ആഘോഷത്തിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം. എനിക്ക് പറയാനുള്ളത്, ഞാനൊക്കെ ഇപ്പോൾ രാഷ്ട്രത്തെ സേവിക്കുക എന്നുള്ള സംഭവത്തോടു കൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടുള്ള മനസ്സിൻ്റെ കരുത്താണ് എന്നിൽ ഇപ്പോഴും എനിക്കിങ്ങനെ പറയാൻ തോന്നുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് മിലിറ്ററിയിലാണെങ്കിൽ അത് നമ്മൾ ചെയ്യാണ്, ഇത് നമ്മൾ സ്വയം ചെയ്യും. അതാണ് സ്വയം സേവകൻ എന്നുള്ള അതിൻ്റെ അർത്ഥം എന്ന് തോന്നുന്നു എനിക്ക്. കൂടുതൽ എനിക്ക് ഈ സ്വയം സേവകരെ പറ്റിയിട്ട് പറയാനോ കാര്യങ്ങളോ അത്ര അറിയൊന്നുമില്ലെങ്കിലും കണ്ടറിഞ്ഞിട്ടും കേട്ടറിഞ്ഞിട്ടുമുള്ള ആ ഒരു രീതിയിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കുക. എല്ലാ നമ്മുടെ ഇപ്പോൾ പഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മുടെ ചെത്തല്ലൂർ ഗ്രാമം
ചെറിയ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ വീടാന്തരം അറിഞ്ഞ് പ്രവർത്തിക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രത്തെ രക്ഷിക്കുന്ന പോലെ നമ്മളെ വീടുകളിൽ രക്ഷിക്കുക എന്നുള്ളത്, വീട്ടിലെ കുടുംബ ബാധ്യതമായിട്ട്. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ചെയ്യുന്നില്ല എന്നുള്ളതല്ല കേട്ടോ. പക്ഷെ ഒന്നും കൂടെ ഊന്നി പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ് എന്ന് തോന്നുന്നു. അതുപോലെ ഇപ്പം നമുക്കറിയാം, ഇവിടെ പഴയ സംഘപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ കാലഘട്ടത്തിൽ മിലിറ്ററിക്കാർ പറയും JNK മുതൽ കന്യാകുമാരി വരെ ഞങ്ങളൊക്കെ നടന്ന് കണ്ടിട്ടുണ്ട്. അതായത് ലാസ്റ്റ് ജമ്മു കാശ്മീർ പ്ലസ് കന്യാകുമാരി. അതുപോലെയാണ് ഇപ്പോൾ ഇന്ത്യ തലപ്പത്ത് മുതൽ ലാസ്റ്റ് ഇങ്ങ് വരെ നമ്മുടെ സ്വയം സേവകർ ഓരോരോ സ്ഥാനത്തിരുന്ന് ഭാരതത്തെ ഭരിക്കുന്നുണ്ട്, ഇല്ല? അപ്പം അതുപോലെ നമ്മൾ ഉൾഗ്രാമങ്ങളിലും ഗ്രാമരാമാന്തരങ്ങളിലും നമ്മുടെ സ്വയം സേവക സംഘത്തിൻ്റെ വിശാലത മനസ്സ് തുറന്നു കാണിച്ചുകൊണ്ട് ഒന്നും കൂടെ നമുക്ക് പ്രവർത്തിക്കണം. അതിന് നിങ്ങൾക്ക് ഏവർക്കും നല്ല കരുത്തും മനസ്സും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. കിടാതായതാ ജന്മകാലം വളർത്തു, അതിനായ ഹോരാത്രമേകൂ സ്വജീവന്റെ രക്തം, ഒരാദർശദീപം കൊളുത്തു, അതേ ധന്യമാക്കൂ നരത്വം. അധ്യക്ഷൻ പി ജയകുമാർ അവർ സംഘത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള അമ്മമാരെ, സംഘാംഗങ്ങളെ, സ്നേഹം നിറഞ്ഞ സ്വയം സേവക സഹോദരന്മാരെ, നമസ്കാരം. ഭാരതത്തിൽ ഇന്ന് ഗ്രാമാന്തരങ്ങളിൽ 8-9 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന നവരാത്രി മഹോത്സവത്തിൻ്റെ സമാപന ദിവസമായ ദശമി ആഘോഷത്തിലാണ്. ആസുരിക ശക്തികളെ നിഗ്രഹിച്ചുകൊണ്ട് ഈശ്വരീയ ശക്തി വിജയം നേടിയ സുദിനമാണ് വിജയദശമി. അധാർമിക ശക്തികളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ധർമ്മത്തെ പുനഃസ്ഥാപനം നടത്തിയ സുദിനമാണ് വിജയദശമി. ഭാരതത്തെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ പുരാണങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അതുപോലെ തന്നെ ചരിത്രം പരിശോധിക്കുമ്പോഴും ഒക്കെ കാണാൻ സാധിക്കുന്നത്, ഭാരതത്തിൽ നടന്നിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും അത് ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. അധാർമിക ശക്തികൾ ശക്തി പ്രാപിച്ചുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന സമയത്ത് ആ ആശ്വരിക ശക്തികളെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപനം ചെയ്യുന്ന യുദ്ധങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് മഹാഭാരത യുദ്ധമായാലും രാമരാവണ യുദ്ധമായാലും ഏത് യുദ്ധങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെ ഒരു ധർമ്മ പുനഃസ്ഥാപനത്തിന്റെ ഉത്സവമാണ് നവരാത്രി ഉത്സവം. മഹിഷാസുരൻ എന്ന അസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തുകൊണ്ട്, അതികഠിനമായ തപസ് ചെയ്തുകൊണ്ട് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി അതിശക്തമായ വരങ്ങൾ നേടി. ആ വരങ്ങൾ നേടിയതിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ അഹങ്കാരത്തിൽ ധാർമ്മിക മൂല്യങ്ങളെല്ലാം തന്നെ തച്ചുടച്ചുകൊണ്ട് ഉന്മൂലനം ചെയ്തുകൊണ്ട് ആ ആസുരിക ശക്തിയെ വളർന്ന് പന്തലിക്കുന്ന സമയത്ത് ഇവിടെയുള്ള മുഴുവൻ ദേവീ ദേവന്മാരും ആ മഹിഷാസുരനുമായി യുദ്ധം ചെയ്യുകയും മഹിഷാസുരനിൽ നിന്നും പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് പിന്തിരിഞ്ഞോടേണ്ടി വരികയുമാണ്. അങ്ങനെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള
ശക്തമായി വരങ്ങൾ നേടിയ മഹിഷാസുരനെ ഇല്ലാതാക്കുവാൻ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ദേവി ദേവന്മാരെല്ലാവരും കൂടി ഭഗവാൻ പരമശിവന്റെ അടുത്തെത്തി ഒരു പരിഹാരം തേടുകയാണ്. അങ്ങനെ ആ കൂട്ടായ്മയുടെ ഒരു ചിന്തയുടെ ഫലമായിട്ടാണ് ശ്രീ ജഗദംബിക അവതരിക്കുന്നത്. ഭഗവാൻ പരമശിവൻ പറഞ്ഞു, നാം ഓരോരുത്തരും പോയി മഹിഷാസുരനുമായി ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മഹിഷാസുരനെ തോൽപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാം തന്നെ ശക്തിയും ബുദ്ധിയും അറിവും ആയുധവും എല്ലാം തന്നെ സമാഹരിച്ചുകൊണ്ട് ഈ ജഗദംബികയ്ക്ക് നൽകി ആ ജഗദംബികയെ ശക്തിശാലിയായ ദുർഗയായി മാറ്റിയാൽ മാത്രമേ ഈ മഹിഷാസുരനെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനടിസ്ഥാനത്തിൽ മുഴുവൻ ദേവീ ദേവന്മാരും അവരുടെ അറിവും ശക്തിയും ബുദ്ധിയും ആയുധവും എല്ലാം തന്നെ ജഗദംബിക്ക് നൽകി പൂജ നടത്തി ശക്തിശാലിയായ ദുർഗയായി മാറിയ ആ ദുർഗ ചാന്ദ്രമാസത്തിലെ ചൈത്രം വൈശാഖം തുടങ്ങിയ ചന്ദ്രമാസത്തിലെ 7ാമത്തെ മാസമായ ആശ്വിന മാസത്തിലെ പ്രഥമ മുതൽ ദശമി വരെയുള്ള ദിവസങ്ങളിൽ 9 രാത്രിയും 10 പകലും മഹിഷാസുരനുമായി യുദ്ധം നടത്തി 10ാമത്തെ ദിവസം മഹിഷാസുരനെ വധിച്ചുകൊണ്ട് ഈ ലോകത്ത് ധർമ്മത്തെ പുനഃസ്ഥാപിച്ച ഉത്സവമാണ് നാം നടത്തിയിരിക്കുന്നത്. ഈ ഉത്സവം ഭാരതത്തിലെ എല്ലാ ഗ്രാമാന്തരങ്ങളിലും നടക്കുന്നുണ്ട്. പല പേരുകളിലാണ് എന്ന് മാത്രം. ന്യൂഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ ഉത്സവം നടത്തുന്നതോടൊപ്പം തന്നെ രാമരാവണ യുദ്ധത്തിന്റെ ഐതിഹ്യമനുസരിച്ച് രാമലീല ഉത്സവങ്ങൾ നടത്തുന്നു. ഹിമാചൽ പ്രദേശിലെ കുളു മണാലിയിലെ ദശമി ഉത്സവം, ദശഹര എന്ന പേരിൽ നടത്തുന്ന ഉത്സവം വളരെ നൂറ്റാണ്ടുകളായി അതിഗംഭീരമായിട്ട് നടത്തുകയാണ്. കർണാടകയിൽ അത് ദസറയായും തമിഴ്നാട്ടിൽ ആയുധപൂജയ്ക്ക് പ്രാധാന്യം നൽകിയും കേരളത്തിൽ വിദ്യാപൂജയ്ക്ക് പ്രാധാന്യം നൽകിയുമാണ് ഈ ഉത്സവം നടക്കുന്നത്. ഏത് പേരിലാണെങ്കിലും ആസുരിക ശക്തികൾക്ക് മേലെ ധാർമ്മിക ശക്തി വിജയം നേടിയ സുദിനമായും ഈ ഭാരതത്തിന്റെ അഖണ്ഡതയെയും ഏകതയെയും വിളംബരം ചെയ്യുന്ന സുദിനമായുമാണ് ഭാരതത്തിലെമ്പാടും ഈ ഉത്സവം നടക്കുന്നത്. ഈ ഉത്സവം നടക്കുന്നത് പ്രധാനമായും 2 ഐതിഹ്യമനുസരിച്ചിട്ടാണ്. ഒന്ന് പ്രസിദ്ധമായ മാർക്കണ്ഡേയ പുരാണത്തിലെ ദേവി മഹാത്മ്യത്തിന്റെ ഐതിഹ്യമനുസരിച്ചാണെങ്കിൽ, ഒന്ന് ദേവി ഭാഗവത്തിന്റെ ഐതിഹ്യമനുസരിച്ചിട്ടാണ്. ഏത് ഐതിഹ്യമനുസരിച്ചാണെങ്കിലും ആസുരിക ശക്തികളെ തോൽപ്പിച്ചുകൊണ്ട് ധാർമ്മിക ശക്തി വിജയം കൈവരിക്കുന്ന സന്ദേശം നൽകുന്ന സംഘടിത ശക്തിയുടെ, ജ്ഞാനശക്തിയുടെയും കർമ്മശക്തിയുടെയും എല്ലാം തന്നെ കൂട്ടായ്മയുടെ വിജയം സന്ദേശം നൽകുന്ന ഉത്സവമായിട്ടാണ് ഈ ഭാരതമെമ്പാടും ഈ ഉത്സവം നടക്കുന്നത്. ഈ ആസുരിക ശക്തികൾ എല്ലാ കാലത്തും സജീവമാണ്, ശക്തമാണ്. ഈ കലിയുഗത്തിലും ഈ ആസുരിക ശക്തികൾ ശക്തമായിട്ടുണ്ട്. ദ്വാപര യുഗത്തിലും അതുപോലെ തന്നെ ത്രേതായുഗത്തിലും ഈ ആസുരിക ശക്തികളെ അസുരന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. എങ്കിൽ ഈ കലിയുഗത്തിൽ അവർ അറിയപ്പെടുന്നത് അസുരന്മാർ എന്ന പേരിലല്ല എന്ന് മാത്രം. ചില സ്ഥലങ്ങളിൽ അവർ ബുദ്ധിജീവികളെന്നോ ചില സമയത്ത് സാംസ്കാരിക നായകന്മാരായിട്ടെന്നോ അല്ലെങ്കിൽ ചില സംഘടിത മതശക്തികളുടെ പേരിലോ ചിലപ്പോൾ നമ്മുടെ ധർമ്മങ്ങളെല്ലാം തന്നെ അവഹേളിക്കുന്ന, ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിച്ചു തള്ളുന്ന, ഇതിനെതിരെ സമരം ചെയ്യുന്ന ചില രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ പേരിലൊക്കെ ആയിട്ടാണ് ഈ കലിയുഗത്തിൽ അവർ അറിയപ്പെടുന്നത്. നമുക്കറിയാം, നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഈ ആസുരിക ശക്തികൾ ഏത് രൂപത്തിലും ഏത് ഭാവത്തിലുമാണോ
ഈ ഭൂമുഖത്ത് അവതരിച്ചിട്ടുള്ളത് അതേ രൂപത്തിലും ഭാവത്തിലുമാണ് ഈശ്വരീയ ശക്തിയും അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് അവതരിച്ചിട്ടുള്ളത്. കംസനെ കൊല്ലുവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചെങ്കിൽ, രാവണനെ കൊല്ലുവാൻ രാമനായി അവതരിച്ചെങ്കിൽ, ഈ കലിയുഗത്തിൽ ആസുരിക ശക്തികളുള്ളത് സംഘടനകളുടെ രൂപത്തിലാണ്. ആ സംഘടന രൂപത്തിലുള്ള ആസുരിക ശക്തികളെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടിയാണ് 1925 സെപ്റ്റംബർ മാസം 27-ാം തീയതി ഇതുപോലെ ഒരു വിജയദശമി ദിനത്തിൽ മഹാരാഷ്ട്രയിലെ നാഗപുരിയിൽ മോഹിതാവാഡെ സംഘസ്ഥാനിൽ ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാർ രാഷ്ട്രീയ സ്വയം സേവക സംഘം തുടക്കം കുറിച്ചത്. ഈ വർഷത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞത് ഇന്നേക്ക് സംഘം തുടങ്ങിയിട്ട് 100 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഈ വിജയദശമി ഉത്സവത്തോടു കൂടി നമ്മുടെ സംഘത്തിന്റെ ജന്മശതാബ്ദി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. 2026 വിജയദശമിയോട് കൂടി അവസാനിക്കുന്ന തരത്തിലുള്ള 7 കാര്യക്രമങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. 100 വർഷം ഈ ഭാരതത്തിൽ പ്രവർത്തിച്ച സംഘടന എന്ന നിലയ്ക്ക് നാം നമ്മളെ കുറിച്ച് സ്വയം ഒന്ന് വിലയിരുത്തുകയും അതുപോലെ തന്നെ പൊതുസമൂഹം എങ്ങനെയാണ് സംഘത്തെ നോക്കിക്കാണുന്നത് എന്നതിനെ കുറിച്ചൊന്ന് വിലയിരുത്തുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. 1925 ഡോക്ടർ ജി സംഘം തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ തുടങ്ങാനുള്ള ഡോക്ടർ ജിയുടെ മനോഭാവം എന്തായിരുന്നു എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഡോക്ടർ ജിയെ കുറിച്ച് നമുക്കറിയാം. വളരെ ചെറുപ്പത്തിൽ തന്നെ ദേശഭക്തനായി ഉള്ള ആളായിരുന്നു, ഒരു ബാലനായിരുന്നു കേശവൻ. പഠിക്കുന്ന കാലത്ത് ട്യൂഷന് പോയിരുന്ന വീട്ടിലെ ഒരു മുറിയിൽ നിന്ന് കേശവൻ തന്റെ കൂട്ടുകാരുമൊത്ത് തൊട്ടടുത്തുള്ള സീതാപടി കോട്ടയിൽ പാറി കളിക്കുന്ന യൂണിയൻ ജാക്ക് പറിച്ചെറിഞ്ഞ് അവിടെ ഭഗവപതാക നാട്ടുവാൻ വേണ്ടി ഒരു തുരങ്കം സൃഷ്ടിച്ചു. ആ തുരങ്കം സൃഷ്ടിക്കുന്നതിനിടയിൽ അവർ പിടിക്കപ്പെട്ടു. അവർക്ക് അതിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു. പക്ഷെ ആ മനോഭാവം അത് വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് പ്രകടമാണ്. ഈ കേശവൻ വളർന്നു വലുതായ സമയത്തും ഡോക്ടർ ബിരുദം നേടുവാൻ വേണ്ടി കൽക്കട്ടയിലേക്ക് പോയ സമയത്ത് അനുശീലൻ സമിതി പോലെയുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. നിരവധി സംഘടനകളിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പല ചുമതലകളും അദ്ദേഹം വഹിച്ചിരുന്നു. ബാലഗംഗാധര തിലകനും സുഭാഷ് ചന്ദ്രബോസും എല്ലാം തന്നെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ബാലഗംഗാധര തിലകന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും വിയോഗം മൂലം അതിനുശേഷം വന്ന ആളുകളുടെ മനോഭാവവും ഒക്കെ നോക്കി കാണുന്ന സമയത്ത് ഡോക്ടർ ജിയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടായിരുന്നു. അതിലൊരു ചിന്ത എന്ന് പറയുന്നത് ഈ ഭാരതത്തിന് എങ്ങനെയാണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത്, അഥവാ ഈ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യാനന്ത ഭാരതത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാടും ഒരാൾക്ക് പോലുമില്ല. ഇനിയും ഒരു നാൾ ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടില്ലേ എന്നുള്ള പലതരം ചിന്തകൾ ഡോക്ടർ ജിയുടെ മനസ്സിൽ ഉടലെടുക്കുകയാണ്. അതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് ഡോക്ടർ ജി മനസ്സിലാക്കി ഈ രാഷ്ട്രത്തെ കുറിച്ച് ചിന്തിക്കുന്ന, ഈ രാഷ്ട്രത്തിന് വേണ്ടി സർവ്വതും സമർപ്പിക്കുന്ന, അധികാരമോഹമില്ലാത്ത, സ്വാർത്ഥ ചിന്തയില്ലാത്ത, ഈ രാഷ്ട്രത്തിന് വേണ്ടി എല്ലാം സമർപ്പിക്കുന്ന ഒരു കൂട്ടം ജനതയുടെ കുറവാണ്, രാഷ്ട്രബോധമുള്ള ജനതയുടെ കുറവാണ് ഈ രാഷ്ട്രത്തിന്റെ ശാപം. അതുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാനുണ്ടായ കാരണം. അതുകൊണ്ട് ഈ രാജ്യത്തെ, സമാജത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തിശാലിയാക്കുക
എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഇതിനു വേണ്ടി ചെയ്യാനുള്ളൂ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 1925 ഡോക്ടർ ജി സംഘം ആരംഭിച്ചത്. 1940 ആവുമ്പോഴേക്കും ഈ സംഘം ഭാരതത്തിലെ എല്ലാ സംസ്ഥാന അതിന്റെ അടിസ്ഥാനത്തിൽ പല പല വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾ നമ്മൾ ആരംഭിച്ചു. ദേശീയ ബോധമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കണം. ഈ ഭാരതത്തെ സ്നേഹിക്കുന്ന ഭാരതീയ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരു തൊഴിലാളി സമൂഹത്തെ സംഘടിപ്പിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ മസ്ദൂർ സംഘം ആരംഭിച്ചു. കേരളത്തിൽ സംഘപ്രവർത്തനം ആരംഭിച്ച ദത്തോപ്പൻ തേങ്കിടിജി തുടക്കം കുറിച്ച BMS ഭാരതീയ മസ്ദൂർ സംഘം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണ്. വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് നമ്മുടെ ആശയം എത്തണം. ദേശീയ വിരോധിയ വിദ്യാർത്ഥി പ്രസ്ഥാനം വേണമെന്നതിലേക്ക് നമ്മൾ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ആരംഭിച്ചു. ഇന്ന് ഭാരതത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത്. നമുക്കറിയാം, നമ്മുടെ സംഘത്തെ 2-3 തവണ നിരോധിക്കുകയുണ്ടായി. 1948 ഗാന്ധി മതം ആരോപിച്ചുകൊണ്ട് സംഘത്തെ നിരോധിച്ചു. 75 നിരോധിച്ചു. ഇതിലേക്ക് അടിസ്ഥാനത്തിൽ രാജനൈതിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ദേശീയ ബോധമുള്ള ഒരു സർക്കാർ ഉണ്ടാകണം, രാജനൈതികത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു സംഘടന ഉണ്ടാകണം എന്ന നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടി ആരംഭിച്ചു. നമുക്കറിയാം, ഇന്ന് ഈ ഭാരതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി, രാജനൈതിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ആർക്കും സംശയഭേദമില്ലേ പറയാം, അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അങ്ങനെ നോക്കുന്ന എല്ലാ മേഖലയിലും സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സേവന പ്രവർത്തനം ചെയ്യുന്ന സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, നമുക്ക് പറയാൻ സാധിക്കും, അത് സേവാഭാരതിയാണ്. ജനങ്ങളുടെ മനസ്സിൽ കീഴടക്കിക്കൊണ്ട് സേവാഭാരതിയുടെ പ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ സർക്കാരിനേക്കാൾ വിശ്വാസമുള്ള സേവാപ്രവർത്തനം ചെയ്യുന്ന സംഘടനയാണ്. കാരണം ഒരു ഉദാഹരണം, തൃശ്ശൂരിൽ നിന്ന് ഈ വയനാട് ദുരന്തമുണ്ടായ സമയത്ത് സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച 2 ദമ്പതികൾ, അവർക്ക് വിരമിക്കുമ്പോൾ കിട്ടുന്ന തുക, ആ തുക വയനാട് ദുരന്തത്തിലേക്ക് കൊടുക്കണമെന്ന മോഹവുമായി അവര് ബസ്സിലേക്ക് വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു. ആ വയനാട് പോയി അവിടെ കളക്ടറേറ്റിലേക്ക് പോകുന്ന സമയത്ത് ഈ തുക എവിടെയാണ് ഏൽപ്പിക്കേണ്ടത് എന്ന് അന്വേഷിച്ച സമയത്ത് അവിടെയുള്ള ചില ആളുകളൊക്കെ പറഞ്ഞു, ഇത് ഇവിടെ ഏൽപ്പിക്കുന്നതിനേക്കാൾ നല്ലത് തൊട്ടപ്പുറത്ത് സേവാഭാരതിയുടെ ഒരു ഓഫീസുണ്ട്, അവിടെ കൊടുത്താൽ മതി. അപ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്രമാത്രം വിശ്വാസം നേടിയെടുത്താണ് സേവാഭാരതി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അനവധി നിരവധി പ്രസ്ഥാനങ്ങൾ, ഏകദേശം 66ഓളം പ്രസ്ഥാനങ്ങൾ നമുക്കുണ്ട്. ഇപ്പൊ ഏറ്റവും അടുത്തൊരു ഇഷ്യൂസ് നമ്മൾ കണ്ടതാണ്, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ചർച്ച, വിവാദമായ ചർച്ച. ആ ചില ചാനൽ ചർച്ചകളിൽ ചില അവതാരകന്മാരെ ചോദിക്കുന്ന ചോദ്യം, പാവപ്പെട്ട ആളുകളെ സേവിക്കുന്നതിന് എന്തിനാണ് RSS തടയുന്നത്? നിങ്ങളോ ചെയ്യുന്നില്ല, ചെയ്യുന്ന ആളുകളെ എന്തിനാണ് ആക്രമിക്കുന്നത്, അറസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഈ ചോദിച്ച ആൾക്കാരോട് അന്ന് അവിടെ ചർച്ചയുണ്ടായിരുന്ന നമ്മുടെ ഭാഗത്ത് സംസാരിച്ച ആള് കൃത്യമായ മറുപടി പറയുകയുണ്ടായി. വനവാസി മേഖലയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് വനവാസി കല്യാണാശ്രമം, ഏകൽ വിദ്യാലയങ്ങൾ. നമ്മുടെ തന്നെ സംഘ ജില്ലയിൽ, ഈ മണ്ണാർക്കാട് സംഘ ജില്ലയിലെ ഒരു മണ്ണാർക്കാട് കണ്ടിലെ അല്ലെങ്കിൽ ഈ ഇതുപോലെ ഒരു ഗ്രാമമുണ്ട്, അട്ടപ്പാടി. നമ്മുടെ സംഘത്തിന്റെ ദൃഷ്ടിയിൽ അട്ടപ്പാടി ഗണ്ടി എന്ന് പറയും. 196 ഗ്രാമങ്ങളുണ്ട് പഞ്ചായത്ത് ദൃഷ്ടിയിൽ. സംഘദൃഷ്ടിയിൽ 51 സ്ഥലങ്ങളുണ്ട്.
ഓരോ ഊരുകളിലേക്കും പോകുന്ന സമയത്ത് 16-15 കിലോമീറ്റർ നടന്നു പോകേണ്ട ഊരുകളുണ്ട്, വാഹനം പോവില്ല. 3ാം ക്ലാസ് മുതൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം കുട്ടികൾക്ക്. കാരണം കാട്ടിലൂടെ നടന്നാൽ ആന ചവിട്ടിക്കൊല്ലും. അങ്ങനെയുള്ള ഊരുകളിൽ പോയി അവിടുത്തെ ഊരുകളിലെ ആളുകൾക്ക്, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഏകൽ വിദ്യാലയങ്ങൾ നമുക്കുണ്ട്. അപ്പൊ നമ്മൾ കൈവച്ചിട്ടുള്ള എല്ലാ മേഖലയിലേക്കും 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ 100 വർഷം പിന്നിടുന്ന സമയത്ത്. പൊതുസമൂഹത്തിലെ വിലയിരുത്തൽ എന്താണ്? ഒരു 3 വർഷം മുന്നേ മഹാരാഷ്ട്രയില് ഒരു യോഗം കൂടുകയുണ്ടായി. 100 വർഷം പ്രവർത്തിച്ച് സംഘടനയുള്ള ഒരു യോഗമായിരുന്നു അത്. സംഘത്തിന് 100 വർഷം അന്ന് തികഞ്ഞിട്ടില്ല എങ്കിലും 100 വർഷം തികയാൻ പോകുന്ന സംഘടന എന്ന നിലയ്ക്ക് സംഘത്തെയും അത് ക്ഷണിച്ചിരുന്നു. അപ്പൊ അതിലവര് ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത്, അവരെല്ലാവരും സംസാരിക്കുന്നത്, വന്ന പ്രതിനിധികളെല്ലാം പറയുന്നത് ആ സംഘടനയിൽ ഉണ്ടായിട്ടുള്ള മൂല്യച്യുതികളെ കുറിച്ചിട്ടാണ്. ഞങ്ങൾ ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് സംഘടന ആരംഭിച്ചത്, പക്ഷെ ഞങ്ങൾക്ക് ഈ ആശയം വിടേണ്ടി വന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ സംഘടന വിഭജിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയിലേക്ക് ഇനി ആളുകൾ വരുന്നില്ല. ആ ഒരവസ്ഥയിൽ സംഘത്തിന്റെ പ്രതിനിധി ചർച്ച ചെയ്തത് സംഘത്തിന്റെ യുവത്വത്തെ കുറിച്ചിട്ടാണ്. 100 വർഷം കഴിയാറായിട്ടും സംഘം ഇന്ന് യുവത്വത്തോടെ നിലനിൽക്കുന്നു. എന്താണ് അതിന് കാരണം? സംഘം തുടങ്ങി ഇന്ന് 5ാമത്തെ തലമുറയാണ് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ 5ാമത്തെ തലമുറ ചെയ്യുന്നത് 6ാമത്തെ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതാണ് സംഘത്തിന്റെ രഹസ്യം. ഒരു തലമുറ കൈമാറ്റത്തിന് സംഘം മടിച്ചു നിന്നിട്ടില്ല ഒരിക്കലും, എവിടെയും. ഇന്നും നമ്മൾ ഈ ചെറിയ കുട്ടികളെ ഗണവേഷം ധരിപ്പിച്ച് കൊണ്ടുവരുന്നത് ഒരു തലമുറ കൈമാറ്റത്തിന് തുടക്കമാണ്. അവരെ തയ്യാറാക്കലാണ്. അടുത്ത തലമുറയിൽ സംഘത്തെ നയിക്കാൻ ശക്തിയുള്ളതാക്കി മാറ്റലാണ്. അതുപോലെ തന്നെ റിട്ടയർഡ് ജസ്റ്റിസ് KT തോമസ് പറഞ്ഞു, ഈ രാഷ്ട്രത്തെ, ഭാരതത്തെ താങ്ങി നിൽക്കുന്ന 4 തൂണുകളുണ്ട്. അതിലൊരു തൂണ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ ജുഡീഷ്യറിയാണ്, 2ാമത്തത് ഭരണഘടനയാണ്, 3ാമത്തത് സൈന്യമാണ്, 4ാമത്തത് RSS ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ രാഷ്ട്രത്തിനെ താങ്ങി നിർത്തുന്ന 4 തൂണുകളിൽ ഒന്ന് RSS ആണ് എന്ന് ജസ്റ്റിസ് KT തോമസ് പറഞ്ഞു. അപ്പൊ പൊതുവെയുള്ള വിലയിരുത്തലുകൾ സംഘത്തെ കുറിച്ച് നാം മനസ്സിലാക്കണം. സംഘത്തിന്റെ പ്രവർത്തന രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, സംഘത്തിന്റെ നൈരന്തര്യമാണ് സംഘത്തിന്റെ അടിത്തറ. 1925 സംഘം സ്ഥാപിക്കുന്ന സമയത്ത് ഡോക്ടർ ജി എന്താണോ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്, അതേ ആശയം തന്നെയാണ് ഇന്നും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആശയത്തിൽ നിന്ന് അണുവിട മാറാതെ, ഒരു വെള്ളം ചേർക്കലുമില്ലാതെ. എന്താണ് ആശയം? ആശയം നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഭാരത് മാതാ കി ജയ്. ഭാരതം എന്റെ അമ്മയാണ്. ഇതാണ് എന്റെ കാഴ്ചപ്പാട്, ഇതാണ് എന്റെ സങ്കല്പം. ഇത് ഹിന്ദു രാഷ്ട്രമാണ്. ഈ ഹിന്ദു രാഷ്ട്രത്തിൽ ഹിന്ദു സമാജം സംഘടിച്ചാൽ മാത്രമേ ഈ ഭാരതം അതിന്റെ തനിമയോടുകൂടി നിലനിൽക്കൂ. ഇന്ന് ഈ സമയത്ത് സംഘത്തിന്റെ കാര്യകർത്താക്കന്മാരോട്, സ്വയംസേവരോട് ചോദിച്ചാൽ അവരും ഈ ഉത്തരം തന്നെ പറയുള്ളൂ. കാരണം ഈ ആശയത്തിൽ നിന്ന് അണുവിട മാറാൻ സാധ്യമല്ല. അതാണ് സംഘത്തിന്റെ പ്രവർത്തന രഹസ്യം. അതുപോലെ നൈരന്തര്യം, ശാഖ. ഈ ശാഖ എന്ന് പറയുന്നത് നമുക്കറിയാം, നിത്യേന കൂടണം. പക്ഷെ പല സാഹചര്യങ്ങളിൽ നമുക്ക് നിത്യേന കൂടാൻ സാധിക്കാത്ത കാലഘട്ടം വന്നിട്ടുണ്ട്. നിരോധന കാലത്ത്, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കൊറോണ സമയത്ത്
ആ കൊറോണ വന്ന സമയത്ത് പോലും നമ്മുടെ സോഷ്യൽ മീഡിയയെല്ലാം ആയുധമാക്കിക്കൊണ്ട് ഗൂഗിൾ മീറ്റ് നടത്തി ശാഖ നടത്തിയിട്ടുണ്ട്. ഒരുമിച്ച് കൂടുക എന്നുള്ള ആ കർത്തവ്യത്തിൽ നിന്ന് യാതൊരു കാരണവശാലും നമ്മൾ പിന്തിരിഞ്ഞിട്ടില്ല. അപ്പോൾ സംഘത്തിന്റെ നൈരന്തര്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ 100 വർഷത്തെ പ്രവർത്തനം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നാട് എന്ത് നേടി? നമ്മുടെ നാടെന്ത് നേടി എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രാജ്യം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു 2010 കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് മേടിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ച സമയത്ത് പറഞ്ഞു, നമ്മുടെ ഖജനാവിൽ പൈസയില്ല. നമ്മുടെ ഖജനാവിൽ പട്ടാളക്കാർക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വാങ്ങാൻ പൈസയില്ല എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറി. ഇന്ന് നമ്മൾ ബ്രഹ്മോസ് മുതലായിട്ടുള്ള പല ആയുധങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നു, നമ്മൾ കയറ്റുമതി ചെയ്യുന്നു, മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. സ്വയം പര്യാപ്തത നേടിക്കൊണ്ട് PPP റേറ്റിംഗിൽ ജപ്പാനെ പിന്തള്ളിക്കൊണ്ട് 3ാം സ്ഥാനത്തേക്ക് ഭാരതം ഉയർന്നിരിക്കുകയാണ്. കയറ്റുമതി എന്ന് പറയുന്നത് $825 ബില്യൺ അത് 2000-ൽ 323 ഉള്ളത്. ഈ രാഷ്ട്രത്തെ വിശ്വഗുരുവിലേക്ക് നയിക്കുവാൻ വേണ്ടി നമുക്ക് അധികം സമയം ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞ 2-3 മാസം മുന്നേ ഒരു ഗണിതത്തിൽ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. ഇതുവഴി ജയന്തിതൻ കാലമെന്നാൽ ഇളവേറ്റിടാനുള്ള നേരമല്ല, ഇനിയേറെ ദൂരമില്ലെങ്കിലും നാം പതിയിൽ വിശ്രാന്തികൾ തേടുകില്ല. നമ്മൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് 100 വർഷത്തെ പ്രവർത്തനം കൊണ്ട് നമ്മളൊരു വൈജയന്തിയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ സ്വയംസേനയെ സംബന്ധിച്ചിടത്തോളം അത് വിശ്രമിക്കാനുള്ള സമയമല്ല. നേരത്തെ അധ്യക്ഷ ഭാഷണത്തിൽ അദ്ദേഹം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മൾ ഒന്നുകൂടി ഗ്രാമത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ആശയം എന്ന് പറയുന്നത് ഈ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളിലും സമ്പൂർണ്ണ പരിവർത്തനം ഉണ്ടാക്കണം എന്നുള്ളതാണ്, ചെറിയൊരു പരിവർത്തനമല്ല. അതുകൊണ്ട് നമ്മൾ ഈ ശതാബ്ദി വർഷത്തിൽ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ള 4-5 കാര്യങ്ങളുണ്ട്. അതിനോട് പറയുന്നത് പഞ്ചപരിവർത്തനം എന്നുള്ളതാണ്. ഈ പഞ്ചപരിവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങേണ്ട ഒന്നാണ്, അതുപോലെ തന്നെ സമാജത്തിൽ നിന്ന് തുടങ്ങേണ്ട ഒന്നാണ്. അതിലെ ഒന്നാണ് കുടുംബ പ്രബോധൻ എന്ന് പറയും. നമുക്കറിയാം, കുടുംബ പ്രബോധൻ എന്ന് പറയുമ്പോൾ കുടുംബമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ കൂടാൻ കുടുംബമില്ല. ഇതാണ് അവസ്ഥ. എന്താ കാരണം ചോദിച്ചാൽ, നമ്മളെല്ലാം തിരക്കിലാണ്. ഒരു വീട്ടിൽ ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഒരു കുട്ടി. ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട്, അവർക്ക് രാവിലെ ജോലിക്ക് പോകണം. അപ്പോൾ ചെറിയ കുട്ടിയെ ആ കുട്ടികളെ നോക്കുന്ന സദനത്തിലേക്ക് അയക്കും. വയസ്സായിട്ടുള്ള അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അവരെ വൃദ്ധസദനത്തിലേക്ക് ആക്കും. അങ്ങനെ ചെറിയൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മളൊരു 10-20 വർഷം മുന്നേ ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ആ കുടുംബവും ഈ കുടുംബവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും.
അവിടെ അച്ഛനുണ്ട്, അച്ഛമ്മയുണ്ട്, അച്ഛനുണ്ട്, ചെറിയച്ഛനുണ്ട്, വല്യച്ഛനുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. പ്രത്യക്ഷത്തിൽ നമുക്ക് വലിയ മാറ്റമൊന്നും തോന്നില്ല. നമ്മൾ ഈ കാലഘട്ടത്തെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ സാഹചര്യത്തിൽ ചെറിയ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത കൂടി വരുന്നു. നമ്മുടെ തൊട്ടടുത്ത് ശ്രീകൃഷ്ണപുരത്ത് ഒരു സ്കൂളിലെ ഒരു കുട്ടി, ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 7ൽ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം തന്നെ ആത്മഹത്യയിലേക്ക് പോകുന്നു. എന്താണ് കാരണം എന്ന് ചിന്തിക്കുമ്പോൾ വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. അവരുടെ കാര്യങ്ങൾ അറിയാൻ, അവരെ ആശ്വസിപ്പിക്കാൻ ഒരാളില്ല എന്നുള്ളതാണ്. അച്ഛനും അമ്മയും അവരെ പഠിപ്പിക്കുന്നു, വലിയ വലിയ സ്കൂളിലേക്ക് വിടുന്നു, ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നു. ആ കുട്ടി വൈകുന്നേരം തിരിച്ചു വരുന്നതിന് മുന്നേ ആ കുട്ടിക്ക് അന്നത്തെ ഹോംവർക്ക് എഴുതി തീരാൻ രാത്രി 11 മണിയാവും. അത്രയും എഴുതാനുണ്ടാവും. ആ കുട്ടിക്കൊന്ന് കളിക്കാൻ, ഒന്ന് ചിരിക്കാൻ സമയമുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നാണ് അർത്ഥം. ആ കുട്ടിക്ക് ആ പരീക്ഷയിൽ കുറച്ച് മാർക്ക് കുറഞ്ഞാൽ, ആ അച്ഛനോ അമ്മയോ ഒന്ന് ചീത്ത പറഞ്ഞാൽ ആ കുട്ടിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുക. ആ കുട്ടിക്ക് ആ ബുദ്ധിമുട്ടൊന്ന് പങ്കിടാൻ അവിടെ വേറെ ആരുമില്ല. പണ്ടത്തെ കാലാണെങ്കിലോ നമ്മൾ ചിന്തിച്ചു നോക്ക്, അച്ഛനൊന്ന് വഴക്ക് പറഞ്ഞാൽ നമ്മൾ ഓടിച്ചെല്ലും അച്ഛമ്മയുടെ അടുത്ത്. എന്നിട്ട് പറയും അച്ഛമ്മയോട്, അച്ഛമ്മ പറയും അവനെ നമുക്ക് 2 കൊടുക്കണം, ആശ്വസിപ്പിക്കും. ഇന്ന് കുട്ടിക്ക് ഓടിച്ചെല്ലാൻ അച്ഛമ്മ ഇല്ലാതെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഈ കഴിഞ്ഞ പരീക്ഷയില് എന്റെ വീട്ടിലുണ്ടായ അനുഭവം ഞാൻ പറയാം. എനിക്കൊരു ഇരട്ട കുട്ടികളുണ്ട്. 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടി. ആൺകുട്ടിക്ക് 100% മാർക്ക് കിട്ടി, പെൺകുട്ടിക്ക് 1.5 മാർക്ക് കുറഞ്ഞു. പെൺകുട്ടിക്ക് ഭയങ്കര സങ്കടമായി. ആ അമ്മോട് പറഞ്ഞു, അമ്മ ചീത്ത പറഞ്ഞു, എന്റെ ഭാര്യ പറഞ്ഞു, കളിയേക്ക്, അവനാണ് നല്ല കുട്ടി, അവനെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി, ഇത് പറഞ്ഞു. പിള്ളേർക്ക് ഭയങ്കര സങ്കടമായി. ഇവിടെ നേരെ എൻ്റെ അമ്മഅടുത്ത് ഇത് പറഞ്ഞു, എനിക്ക് 1.5 മാർക്ക് കുറവാണ്. അപ്പൊ അമ്മ പറഞ്ഞു, സാറില്ല, അടുത്ത പരീക്ഷയ്ക്ക് അവനെ തോൽപ്പിക്കാം. അവൾക്ക് കുറച്ച് സന്തോഷമായി. ഞാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് 1.5 മാർക്ക് കുറവുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ആകെ 1.5 മാർക്കേ കിട്ടിയിട്ടുള്ളൂ, അടുത്തുനിന്ന് വലിയ കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവൾക്ക് ഒന്നുകൂടി സന്തോഷമായി. പറഞ്ഞു, അടുത്ത വർഷം നമുക്ക് പഠിച്ചിട്ട് നമുക്കും മേടിക്കണം 100% മാർക്ക് എന്ന് പറഞ്ഞ സമയത്ത് അവൾക്ക് കുഴപ്പമില്ല. നേരെ മറിച്ച് അവളെ ആശ്വസിപ്പിക്കാൻ ഒരാളും ഇല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താവും എന്ന് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? ഇതെന്റെ വീട്ടിലെ അവസ്ഥയാണെങ്കിലും മറ്റുള്ള വീട്ടിലുണ്ടാവുമല്ലോ ഇതുപോലെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ കുടുംബ പ്രബോധന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഫോട്ടോ വരുന്നുണ്ടെന്നോട് പറഞ്ഞു രാജേഷ്. ശരി, എല്ലാരും കൂടി ഇതല്ലേ
ആയിരത്തി 1925 മുതൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്ന RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്ത് നിലവിലുണ്ട്. RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ ഭാരതാംബയിൽ പൂജിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ ഭാരതാംബയ്ക്ക് വേണ്ടി നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, പദദ്വേഷകായോ നമസ്തേ നമസ്തേ. ഈ ഭാരതത്തിന് ഒരു ആവശ്യം വന്നാൽ, എന്റെ മാതൃഭൂമിക്ക് ഒരു ആവശ്യം വന്നാൽ എന്റെ ശരീരമടക്കം സർവ്വതും ഈ ഭാരതത്തിനായി ഞങ്ങൾ പതിപ്പിക്കും എന്ന് ദിവസേന ശാഖ എന്ന് പറയുന്ന ഞങ്ങളുടെ ദിവസേന ഒത്തുചേരുന്ന സ്ഥലത്ത് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥന പാടുന്നവരാണ് സ്വയംസേവകന്മാർ. അങ്ങനെയുള്ള സ്വയംസേവകന്മാർ ജീവിച്ചിരിക്കുമ്പോൾ, അങ്ങനെയുള്ള സ്വയംസേവകന്മാർ ഈ നാട്ടിൽ കാലുറപ്പിച്ച് നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ AKജിയെയും EK നയനാരെയും അതുപോലെ തന്നെ നിങ്ങളുടെ പിണറായി വിജയനെയും അതുപോലെ ഇന്ദിരാഗാന്ധിയെയും നെഹ്റുവിനെയും ഭയക്കാത്ത ഞങ്ങളുടെ ഞങ്ങളുടെ മുൻതലമുറക്കാർ ജീവിച്ചിരുന്ന ഈ നാട്ടിൽ ഭാരതാംബയ്ക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടി ജീവിതം സമർപ്പിച്ച ഞങ്ങളുടെ പൂർവ്വസൂരികളായിട്ടുള്ള ആളുകൾ ജീവിച്ചു മരിച്ച ഈ മണ്ണിൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ SFI എന്ന് പറയുന്ന തെമ്മാടിക്കൂട്ടം ഒരു തിട്ടൂരം ഇറക്കിയാൽ ആ തിട്ടൂരത്തിൽ ഭയന്ന് ഭാരതാംബ എടുത്തു മാറ്റണമെങ്കിൽ ഞങ്ങളുടെ ശിരസിന് മുകളിലേക്ക് അങ്ങ് കണ്ടിച്ച് കളയണം പ്രിയപ്പെട്ട സഖാവെ. അങ്ങനെ നിങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന്, ഈ രാഷ്ട്രസ്നേഹികൾ ജീവിച്ചിരിക്കുന്ന ഈ നാട്ടിൽ നിന്ന് ഭാരതാംബ എന്ന് പറയുന്ന ഭാരതത്തിന്റെ ചിഹ്നത്തെ എടുത്തു മാറ്റാൻ സാധിക്കില്ല.